വിധി നീട്ടിവെച്ചു, തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങളുമായി പി ബസന്ത് നമുക്കൊപ്പം ചേരുന്നു. ബസന്ത്, വിദേശകാര്യ മന്ത്രാലയം പറയുന്ന വിവരങ്ങൾ എന്തൊക്കെ? സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ എന്താണ്? ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ വിദേശ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് മാറ്റിവെച്ചിരിക്കുന്നു, വധശിക്ഷ നടപ്പാക്കുന്ന നടപടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന്. അത് കോടതി തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. പരമാവധി ശ്രമങ്ങൾ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വിദേശ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വിധത്തിലുള്ള നിയമസഹായങ്ങളും നിമിഷപ്രിയയുടെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ അവിടുത്തെ ഇടപെടലിനും വേണ്ടി നടത്തിയിട്ടുണ്ട്. അവിടെ ഉള്ളത് ഹൂത്തി വിമതരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് ഈ കോടതി അടക്കമുള്ള അല്ലെങ്കിൽ സനായിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നയതന്ത്ര ബന്ധങ്ങളൊന്നും തന്നെ വലിയ തോതിൽ ഇല്ലാത്തൊരു സ്ഥലമായതിനാൽ മറ്റ് രീതിയിലുള്ള ഇടപെടലുകളാണ് യമനിൽ അല്ലെങ്കിൽ സനായിൽ വിദേശ മന്ത്രാലയം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ വിദേശ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് കോടതി ഈ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ മരവിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വിദേശ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, പി ബസന്താണ് വിശദവിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ആദ്യ ഘട്ടമാണ് ഇത്. വധശിക്ഷ നീട്ടിയെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകിയിരിക്കുന്നു.